രണ്ട് രാത്രിയും ഒരു പകലും കൊണ്ട് നമ്മുടെ കൊല്ലത്ത് നിന്ന് കോയമ്പത്തൂരുള്ള ആദിയോഗി സ്റ്റാച്യൂവും കണ്ട് ലൈവ് ഷോയും കണ്ട് നമുക്ക് തിരിച്ചു വന്നാലോ? അതും വെറും 499 രൂപയ്ക്ക്. എല്ലാ ദിവസവും 6:18 എടുക്കുന്ന MGR ചെന്നൈയിലോ അല്ലെങ്കിൽ 8:45 എടുക്കുന്ന വിവേക് എക്സ്പ്രസിലോ ആണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് റേറ്റ് വരുന്നത് 145 രൂപയാണ്. നിങ്ങൾ എന്തായാലും പോവുകയാണെങ്കിൽ MGR എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഞങ്ങൾ എടുത്തത് വിവേക് എക്സ്പ്രസ് ആണ്. ബംഗാളി എണ്ണവരുടെ ശല്യം മാത്രമേ ഉള്ളൂ ഈ ഒരു ട്രെയിനിൽ. വൃത്തിയും ഇല്ല വെടുപ്പും ഇല്ലാത്ത ഒരു ട്രെയിനാണിത്. ഏതാണ്ട് 3 മണി 4 മണിയാകുമ്പോഴത്തേക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എത്തും. അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ടൗൺ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കിട്ടും. ടിക്കറ്റ് റേറ്റ് വരുന്നത് 14 രൂപയാണ്. ടൗൺ ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ റൂമും അതേപോലെ ഡോർമെറ്ററി ഒക്കെ എടുക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. റൂമോ ഡോർമെറ്ററി എടുത്ത് ഒന്ന് ഫ്രഷ് ആയി ഉറങ്ങിയതിനു ശേഷം രാവിലെ ഒരു 10 മണിക്ക് എണീച്ച് നേരെ ടൗൺ ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലാ അരമണിക്കൂർ വിട്ടുവിട്ടും ആദിയോഗിയിലേക്ക് ബസ് കിട്ടും. 14D, 14C, 14G എന്നീ വണ്ടികളിലായിരിക്കും ആദിയോഗിയിലേക്ക് പോകുന്നത്. ടിക്കറ്റ് റേറ്റ് വരുന്നത് 40 രൂപയാണ്. 1 മണിക്കൂർ നീണ്ടിരിക്കുന്ന യാത്രയാണ് ആദിയോഗിയിലേക്ക് ഉള്ളത്. അവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബാഗും കാര്യങ്ങളും സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം കൗണ്ടർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും സൗജന്യമാണ്. ഫോണും അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചതിന് ശേഷം തൊട്ടു മുന്നുള്ള ക്ഷേത്രത്തിൽ നമുക്ക് കയറി തൊഴാൻ പറ്റും. ആ ക്ഷേത്രത്തിലെ ആംബിയൻസ് അതൊരു പ്രത്യേക അനുഭവം തന്നെ കേട്ടോ. 1 മണിക്കൂർ 2 മണിക്കൂർ ക്ഷേത്രത്തിൽ കറങ്ങിയതിന് ശേഷം തിരിച്ചു വന്ന് ക്ലോക്ക് റൂമിൽ നിന്ന് ഫോണും അതേപോലെ നമ്മുടെ ബാഗെല്ലാം എടുത്ത് അവരെ തൊട്ടു മുന്നിലുള്ള അവരെ തന്നെ ക്യാൻറ്റീനിൽ കയറി നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ആദിയോഗിയുടെ സ്റ്റാച്യൂവിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങളിലെല്ലാം കറങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ലൈവ് ഷോ ആരംഭിക്കും. ഒരു അന്യായ ലൈവ് ഷോ തന്നെ കേട്ടോ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഇവിടുത്തെ ലൈവ് ഷോ. ലൈവ് ഷോ എല്ലാം കഴിഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിൽ വരുവാണെങ്കിൽ കോയമ്പത്തൂരിലേക്ക് ബസ് കിട്ടും. ടിക്കറ്റ് റേറ്റ് വരുന്നത് 50 രൂപയാണ്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ 11:15 തിരുവനന്തപുരം എക്സ്പ്രസിലോ അല്ലെങ്കിൽ 11:40 കന്യാകുമാരി എക്സ്പ്രസിലോ നമുക്ക് കൊല്ലത്തോട്ട് വരാം. ഏതാണ്ട് രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് കൊല്ലത്തെത്തും. ടിക്കറ്റ് റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് സ്ലീപ്പർ ബുക്ക് ചെയ്താണ് വന്നത്. ഈ ഒരു യാത്രയുടെ യാത്രാ ചെലവ് മാത്രമാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ആദിയോഗി ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്ന ചങ്കൾക്ക് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്റെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.